ഹൽ ഹികായത്തു സാമിനത്തു അനി ശൈഖി അബീ ബക്കറിൻ വരീർ റളിയല്ലാഹു അൻഹു. ഈ പറയപ്പെട്ട മഹാനത്തൊട്ടാണ് എട്ടാമത്തെ ഹിക്കായത്ത് ഉദ്ധരണി. കാല ശൈഖ് അവറുകൾ പറയുന്നു, കാനവി ജിവാരി എന്റെ അയൽവക്കത്തുണ്ടായിരുന്നു, ഷാബുൻ ഹസനുൽ വജിഹി മുഖം നല്ല അഴകുള്ള നല്ല ചെറുക്കുള്ള ചെറുപ്പക്കാരൻ എന്റെ അയൽവക്കത്തുണ്ടായിരുന്നു. എന്താണ് ആ കുട്ടി ചെയ്തിരുന്നത്? മഹാൻ പറയാണല്ലോ, യസൂമുൻ നഹാറ വലാ യുഫ്തിറു. ഈ മഹാൻ ചെയ്തിരുന്നത് പകല് മുഴുവനും നോമ്പെടുക്കും, നോമ്പ് മുറിക്കാറില്ല. ഓ യഖൂമുല്ലൈല രാത്രി നിന്ന് നിസ്കരിക്കും, വലാ യനാമു ഉറങ്ങാറില്ല. രാപ്പകലുകൾ ഇബാദത്തിലാണ്, സുമുഖനാണ്, ചെറുപ്പക്കാരനാണ്. അങ്ങനത്തെ ഒരു യുവാവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ വജഅനി യൗമൻ ഒരു ദിവസം എന്റെ അടുത്ത് ഈ ചെറുപ്പക്കാരൻ വന്നു. വഖാല വന്നിട്ട് പറയുകയും ചെയ്തു, യാ ഉസ്താദി എന്റെ ഉസ്താദെ, ഇന്നി നംതു അദ്ബിർദില്ലൈലത. ഇന്നലത്തെ രാത്രിയിൽ ഞാൻ ചൊല്ലേണ്ട എന്റെ ഒരുപാട് പതിവുകളുണ്ട്, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതൊക്കെ ഒഴിവാക്കിയിട്ട് അതൊന്നും ചെയ്യാതെ ഞാൻ കിടന്നുറങ്ങി. നമ്മൾ ഓരോരുത്തരും ഓരോ വിറുതുകളുണ്ടാവും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. അത് പതിവായി ചെയ്ത് ഒരു ദിവസം ചെയ്യാതെ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊക്കെ സ്വപ്നം കാണാൻ കഴിയും. ഈ ചെറുപ്പക്കാരൻ അങ്ങനെ തന്നെയാണ്. പതിവായി ചെയ്യുന്ന കാര്യം രാത്രി ചെയ്തില്ല, അതൊക്കെ ചെയ്യാതെ ഉറങ്ങിപ്പോയി. അങ്ങനെ പറയത്തു ഞാൻ സ്വപ്നം കാണുകയാണ്. എന്ത്? അന്ന മിഹ്റാബി കദിൻ ഷക്ക. നിശ്ചയമായിട്ടും ഞാൻ നിസ്കരിക്കുന്ന എന്റെ ആ ഭാഗം, എന്റെ മിഹ്റാബ് ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴുന്നതായിട്ടാണ് എന്റെ സ്വപ്നം. അങ്ങനെ കുറെ അടിമത്ത് ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ അടുത്താണ് ഇപ്പൊ ഞാനുള്ളത്. അങ്ങനത്തെ സ്ത്രീകൾ ഹറജന, ആ സ്ത്രീകൾ പുറപ്പെട്ടിരിക്കുന്നു. മിനൽ മിഹ്റാബ്, ഈ പൊട്ടിപ്പൊളിഞ്ഞതായിരിക്കുന്ന മിഹ്റാബ്. എന്റെ മിഹ്റാബ് പൊട്ടിപ്പൊളിഞ്ഞു, അതിന്റെ ഉള്ളിൽ കൂടെ ആര് വരുന്നുണ്ട്? കുറെ നല്ല സുന്ദരികളായ സ്ത്രീകൾ വരുന്നു. ഇത് ഞാൻ കാണുകയാണ്. ലം അറ അഹ്സന മിൻഹുന്ന വജ്ഹൻ. നല്ല മുഖം, നല്ല അഴകുള്ള മുഖമാണ്. ഇത്രയും ചൊറുക്കുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഇതൻ ഫീഹിന്ന വാഹിദത്തുൻ ശൗഹാവു. ഇത്രയും അഴകുള്ള പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു വിരൂപിയായ ഒരു പെണ്ണുണ്ട്. ലം അറ അഖബഹ മിൻഹ മൗളറൻ. കാണാൻ ഒരിക്കലും പറ്റാത്ത മോശമായ ഒരു പെണ്ണ്. ഇത്രയും മോശമായി ചൊറുക്കില്ലാതിലൂടെ ഞാൻ കണ്ടിട്ടില്ല. അത്രത്തോളം വിരൂപിയായ ഒരു പെണ്ണ് ഓല കൂട്ടത്തിലുണ്ട്. ഇതാ ഞാൻ കാണുന്ന സ്വപ്നം. ഈ സ്വപ്നത്തിൽ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ ചോദിച്ചു, ലിമൻ അൻതുന്ന, നിങ്ങൾ ആർക്കുള്ളതാണ് എന്ന് ചോദിച്ചു. വലിമൻ ഹാദി, ഈ പെണ്ണ് ആർക്കുള്ളതാണ്, നിങ്ങൾ ആർക്കുള്ളതാണ് എന്ന് ചോദിച്ചപ്പോ പൊല്ല. അപ്പോൾ ആ സ്ത്രീകൾ പറയുന്നു, നഹ്നു ലയാലുക ലയാലീക, ഞങ്ങൾ നിങ്ങളുടെ രാത്രികളാണ്. അല്ലത്തി, എങ്ങനത്തെ രാത്രികൾ? മലത്ത്, അത് കഴിഞ്ഞു പോയ രാത്രികളാണ്. അങ്ങനെ നല്ലതൊക്കെ ചെയ്ത് കഴിഞ്ഞു പോയ രാത്രികൾ, അത് ഞങ്ങളുണ്ട്. വാദികി, ഇതാ ഈ കറുത്ത പെണ്ണ്, ഇത് ലൈലത്തു നൗമിക്ക, നിങ്ങൾ ഉറങ്ങിയ രാത്രിയാണ്. നിങ്ങൾ അന്ന് ഒന്നും ചെല്ലാതെ ഉറങ്ങിപ്പോയില്ലേ? അങ്ങനെ ഉറങ്ങിയ രാത്രിയാണ് ഈ കറുത്ത പെണ്ണ്. അത് കറുത്ത രാത്രി. വെളുത്ത പെണ്ണ് എന്ന് പറഞ്ഞാൽ വെളുത്ത രാത്രി. എന്തുകൊണ്ട്? ഇബാദത്തുകളെ കൊണ്ട് ആ രാത്രികളെ താങ്കൾ ധന്യമാക്കിയിരുന്നു. അങ്ങനെയുള്ള പ്രഭ ലഭിച്ചതായിരിക്കുന്ന രാത്രിയാണ് ഞങ്ങൾ. ഇത് നിങ്ങൾ കിടന്നുറങ്ങിയ ഇരുട്ടുള്ള രാത്രിയാണെന്നും പറഞ്ഞു. ഒലോമിത്താബി ലൈലത്തിക്ക ആദിഹി, ഈ കിടന്നുറങ്ങിയതായിരിക്കുന്ന താങ്കളുടെ ഈ രാത്രി താങ്കൾ മരിക്കുകയാണ് എങ്കിൽ ലക്കാലത്ത് ഹാദി അള്ളക്ക, ഇതാണ് നിങ്ങൾക്കുള്ളതായിരിക്കുന്ന വിഹിതം കിട്ട, ഈ കറുത്ത രാത്രി ആയിരിക്കും എന്ന് സ്വപ്നത്തിലൂടെ ഇങ്ങനത്തെ സ്ത്രീകളുമായി സംഭാഷണം നടത്തി. ഇത് രാത്രികൾ വന്ന് പറയുകയാണത്. എന്നിട്ട് അപ്പൊ എന്ത് ചെയ്തു? ആ കറുത്ത രാത്രി എന്ന് പറഞ്ഞാൽ കറുത്ത പെണ്ണുണ്ടല്ലോ, അത് കറുത്ത രാത്രിയാണല്ലോ. ആ വിരൂപിയായിരിക്കുന്ന പെണ്ണൊരു പാട്ടങ്ങ് പാടി. തൊക്കൂലു, അവൾ പറയുന്ന എന്താണ്? أسأل لمولاك يرددني إلى حالي وأنت قبلتني من بين أشكالي.
അപ്പൊ അസ്അലുന്നല്ല ഇസ്അൽ. ഇസ്അൽ മൗലാക യുറദ്ദുനി ലാ ഹാലി ഫഅന്ത ഖബ്ബഹതനി മിൻ ബൈനി അശ്കാലി. ഇസ്അൽ, താങ്കൾ ചോദിക്കുക. ലി മൗലാക, തങ്ങളുടെ നേതാവിനോട്, അള്ളാഹിനോട്. യുറദ്ദുനി, ആ അള്ളാഹ് എന്നെ മടക്കിത്തരും. ഇലാ ഹാലി, എന്റെ നല്ലൊരവസ്ഥയിലേക്ക് മടക്കിത്തരും. അങ്ങനെ നിങ്ങൾ ചോദിക്കണം. ഫഅന്ത ഖബ്ബഹതനി മിൻ ബൈനി അശ്കാലി, എന്റെ നല്ല രൂപങ്ങളുണ്ടായിരുന്നു, ആ രൂപങ്ങൾക്കിടയിൽ ഇതുപോലെ രൂപങ്ങളാക്കി മാറ്റി മോശമാക്കി താങ്കളാണ്. അതൊന്ന് വീണ്ടെടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ചെയ്യണമെന്ന് ഈ വിരൂപിയായിരിക്കുന്ന പെണ്ണ് പാടിക്കൊടുക്കുകയാണ്. നല്ല അർത്ഥവത്തായ വാക്കാണ് പറയുന്നത്. തൊട്ടടുത്തവരെന്താ? ലാ തർഖുദന്നൽ ലയാലിയ മാ ഹയൈത വഇൻ നംതൽ ലയാലിയ വഹുന്ന അദ്ദഹറു അംസാലി. ലാ തർഖുദന്നൽ ലയാലിയ, ഒരിക്കലും രാത്രി നീ ഉറങ്ങിപ്പോകരുത്. മാ ഹയൈത, നീ ജീവിക്കുന്ന കാലത്തോളം. ഫഇൻ നംതൽ ലയാലിയ, രാത്രി എങ്ങാനും താങ്കൾ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ ഫഹുന്ന അദ്ദഹറു അംസാലി, അപ്പൊ ആ രാത്രികളെല്ലാം കാലം മുഴുവനും എന്നെ പോലെ വിരൂപിയായിരിക്കും. നിങ്ങൾ വിരൂപിയാക്കരുത് രാവുകളെ എന്നായി. നഹ്നു സുറൂറു ലിമൻ നാല സുറൂറ ബിനാ ജുഫൽ വലാമി ബിസുക്നൽ മൻസിലിൽ ആലി. നഹ്നു, ഞങ്ങള്, അസ്സുറൂറു, സന്തോഷിക്കുന്നവരാണ്, ലിമൻ, ഒരുത്തനെ, നാല സുറൂറ ബിനാ, ഞങ്ങളെ കൊണ്ടുള്ള സന്തോഷം അയാൾക്ക് കിട്ടി. അങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾ സന്തോഷിക്കുന്നവരാണ്. അപ്പോ ജൗഫുലാം, ഇരുട്ടുള്ള രാത്രിയിൽ എങ്ങനെ ബിസുക്നൽ മൻസിലിൽ ആലി, ഉയർന്ന സ്ഥാനത്ത് താമസിക്കുക എന്നതുകൊണ്ട് എന്താണ് സന്തോഷം ലഭിക്കും. ഇരുട്ടുള്ള രാവുകളിൽ നിങ്ങൾ എന്താണ് ഞങ്ങളെ സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. ഈ ഭാഗത്ത് എന്നർത്ഥം وقد أردت بخير إذ وعظت بنا وأبشر وأنت من المولى على باري. وقد أردت بخير إذ وعظت بنا, നീ ഞങ്ങളെ കൊണ്ട് ഉപദേശമാരൊക്കെ ചെയ്യുന്ന സമയത്ത് നന്മയാണ് താങ്കൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് താങ്കൾ സന്തോഷിച്ചോ. ഫഅന്ത മിനൽ മൗല അലാ ബാരിൻ, മൗലയോട് അടുത്തൊരവസ്ഥയിലാണ് താങ്കൾ ഉള്ളത്. ഈ അർത്ഥം വരുന്ന, ആശയം വരുന്ന 4 വരി പാട്ടാണ് ആ കറുത്ത വിരൂപിയ പെണ്ണ് പാടിയത്. ആലാമാൻ പറയുന്നു. അജാബത്തുക ജാരിയത്തുമിൻ ഹിസാൻ, അപ്പൊ അഴകുള്ള മറ്റുള്ള പെണ്ണുകളുണ്ട് അവിടെ, അതിൽപ്പെട്ടതായിരിക്കുന്ന ഒരു തരുണിമണി പാടി അവൾക്ക് മറുപടി കൊടുത്തു. തൊക്കൂലു, എന്താ മറുപടിയും? അബ്ശിർ ബിഖൈരിൻ വഖദ് നിൽതൽ മുനാ അബദാ ജന്നത്തുൽ ഖുൽദി ഫീ റൗളാതി ജന്നാതി. വിരൂപിയ പെണ്ണ് പറഞ്ഞത് എന്തായിരുന്നു മുമ്പ് പറഞ്ഞു, ഞാൻ അതിന് മറുപടി കൊടുക്കുക. അബ്ശിർ, സഹോദര, അനി സഹായം, സന്തോഷിക്കും, ബിഖൈരിൻ, നന്മ കൊണ്ട്. വഖദ് നിൽതൽ മുനാ അബദാ, നിശ്ചയമായിട്ടും എന്താണോ കൊതിച്ചത് അത് നീ എത്തിച്ചിരിക്കുന്നു. എവിടെ? ജന്നത്തുൽ ഖുൽദി, ശാശ്വതമായിരിക്കുന്ന സ്വർഗീയ ലോകത്ത്. ഫീ റൗളാതി ജന്നാത്തിൻ, സ്വർഗീയ പൂന്തോപ്പുകളിൽ കാലാകാലം കിട്ടാൻ പോകുന്ന സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൽ നിനക്ക് കൊതിച്ചത് എന്തെല്ലാം ലഭിക്കും. നീ നന്മ തന്നെ ഉദ്ദേശിച്ചോ, അതുകൊണ്ട് നീ സന്തോഷിച്ചോ. എന്നിട്ട് ആ പെണ്ണ് പാടുന്നു. നഹ്നുൽ ലയാലിൽ ലവാതി കുന്ത തസ്റുഹാ തത്ലുൽ ഖുർആന ബിതർജീഇൻ വറന്നാതി. ഞങ്ങളുണ്ടല്ലോ, ഇത് രാത്രികളാണ്. എങ്ങനത്തെ രാത്രി എന്നറിയാമോ? ഈ രാത്രിയെല്ലാം നീ ഉറക്കഴിച്ചു പോയിട്ടുണ്ട്. എങ്ങനെ? വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ നീ ആവർത്തിച്ച് വായിച്ചു. വനാരത്തിൽ നല്ല ശബ്ദത്തോടുകൂടിയും ആവർത്തിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആൻ നീ പാരായണം ചെയ്ത രാത്രി. ആ രാത്രിയാണ് ഞങ്ങൾ, നീ ഉറക്കഴിച്ചതായിരിക്കുന്ന രാത്രിയാണ് ഞങ്ങൾ. നഹ്നുൽ ഹിസാനുൽ ലവാതി കുന്ത തുഖ്തിബുനാ തഖ്തുബുനാ ജൗഹല്ലലാമി ബിലൗആതി വസഫറാതി. നഹ്നുൽ ഹിസാൻ, ഞങ്ങൾ അഴകുള്ളവരാണ്. അല്ലവാത്തി, എങ്ങനത്തെ അഴകുള്ള പെണ്ണുകൾ എന്നറിയാമോ? കുന്ത, സഹോദര, നീയായിരുന്നു. തഖ്തിബുന, നീ ഞങ്ങൾ എന്തായിരുന്നറിയാമോ? കല്യാണാലോചന നടത്തിയിരുന്നില്ലേ? എപ്പോ? ജൗഹല്ലലാമി, ഇരുൾ മുറ്റിയ രാത്രിയിൽ.
എങ്ങനെ ബിലൗആത്തിൻ നല്ല പ്രേമത്തോടുകൂടെ, വസഫറാത്തിൻ നെടുംവീർപ്പോടുകൂടെ, നല്ല വെതുടുവീർപ്പിട്ടുകൊണ്ട് നല്ല പ്രേമത്തോടുകൂടെ അർദ്ധരാത്രികളിൽ ഞങ്ങളെ വിവാഹാലോചന നടത്തിയ ആളല്ലേ താങ്കൾ. അങ്ങനെയുള്ള സുന്ദരികളായ പെണ്ണുങ്ങളാണ് ഞങ്ങൾ. ഒക്കെ രാത്രി പാടി മറുപടി കൊടുക്കട്ടോ. അബിശിരിൻ വഖദ് നിൽതമ തർജൂഹു മിൻ മലികിൻ ബിറിൻ യജൂദു ബിഅബ്ളാലിൻ വഫർഹാത്തി. അബിബിഷിർ, അങ്ങനെയുള്ളതായിരിക്കുന്നൊരു സന്തോഷം കൊണ്ട്, വഖദ് നിൽത്ത നിശ്ചയമായിട്ടും നീ എത്തിച്ചു, ആ ഒന്നിനെ തർജൂഹു നീ ആ ഒന്നിനെ ആഗ്രഹിക്കുന്നുണ്ട്. എവിടുന്ന്? മിമ്മലിക്കും ബിരിൻ ഗുണം ചെയ്തിരുന്ന രാജാവിൽ നിന്ന്. എങ്ങനത്തെ രാജാവ്? യജൂദുവൻ ധർമ്മം ചെയ്യുന്നുണ്ട്. ബി അബ്ളാലിൻ വഫർഹാത്തിൻ സന്തോഷങ്ങൾ, ഉന്നതികളായിരിക്കുന്ന കാര്യങ്ങൾ ഇതുകൊണ്ടൊക്കെ ധർമ്മം ചെയ്യുന്ന ഗുണവാനായ രാജാവ്. ആ രാജാവ് താങ്കൾ എന്താഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന കാര്യം നിശ്ചയമാടും നിങ്ങൾ എത്തിച്ചിട്ടുണ്ടല്ലോ. ഇത്തരം സന്തോഷം കൊണ്ടല്ലേ. നാളെ അള്ളാഹു താങ്കൾക്ക് കാണാൻ കഴിയും. ആ റബ്ബ് വെളിപ്പെട്ട് വരും, ഒരു മറയുമുണ്ടാവുകയില്ല. ആ റബ്ബിലേക്ക് താങ്കൾ എടുക്കും. തഹയ്യാത്ത് കൊണ്ട്, കാഴ്ചകളെ കൊണ്ട് താങ്കൾ എന്താവുന്നറിയാമോ? അള്ളാഹ് അഭിമുഖീകരിക്കും. ഇതൊക്കെയാണ് താങ്കൾ കിട്ടാൻ പോകുന്ന സന്തോഷം. അങ്ങനെയുള്ള രാത്രികളാണ് ഞങ്ങൾ. നിങ്ങൾ സന്തോഷിക്കുക, ദുഃഖിക്കേണ്ടതില്ല. ഇതാണ് പതിവായി ചെയ്തുകൊണ്ട് അമൽ ചെയ്യുമ്പോ അതിൻ്റെതായിരിക്കുന്ന ദൂഷ്യഫലങ്ങളും ഗുണങ്ങളും ഇവിടെ വെച്ച് നമുക്ക് കാണാൻ കഴിയുന്നല്ലവരായാൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ വാക്കുണ്ട്. കാല ഷെയ്ഖ് പറയാണ്, ഷെയ്ഖിന്റെ മുന്നിലാണ് യുവാവുള്ളത്. അവങ്ങനെ അഭിമുഖീകരിച്ച് കഥ പറഞ്ഞതാണല്ലോ. അങ്ങനെ തന്നെ ഈ പറയുന്ന യുവാവ് അപ്പോൾ തന്നെ എന്തായി? ബോധരഹിതനായി വീണ് മരിച്ചു എന്നാണ്. നോക്കൂ, നിങ്ങളെ ചിന്ത പോയ പോക്ക്.